ബയോളജിക്കൽ ക്ലോക്ക് അനുസരിച്ചുകൊണ്ട് മഗ്രിബ് സമയത്തെ പഠന വിധേയമാക്കാം. പകൽ വെളിച്ചം മാറി ഇരുട്ട് പരക്കുന്നതോടെ ശരീരത്തിൽ ഉറക്കത്തിന് കാരണമാകുന്ന മെലാറ്റോണിൻ ഹോർമോൺ ഉൽപ്പാദനം തുടങ്ങുന്നു. നമ്മൾ ഉറങ്ങണം. ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് അനിവാര്യമായ ഒന്നാണ് ഉറക്കം. അപ്പോൾ നാം ഉറങ്ങണം. നമ്മെ ഉറക്കിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള താരാട്ട് പാട്ട് എന്ന് വേണമെങ്കിൽ പറയാം. സൂര്യൻ പതുക്കെ മറഞ്ഞു താരൽ. ഉറൂബ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഉറങ്ങുന്നതിന് വേണ്ടി തൊട്ടിലിൽ നാം മാട്ടാൻ തുടങ്ങുന്നത് പോലെയുള്ള ഒരു താരാട്ടാണ്. ഉറക്കത്തിന് കാരണമായിട്ടുള്ള മെലാറ്റോണിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള മാർഗനിർദ്ദേശം കൊടുക്കും. എവിടെ? തലച്ചോറിൻ്റെ ഉള്ളിലുള്ള ഓഫീസിൽ നിന്ന്. മെല്ലെ ഉൽപ്പാദനം തുടങ്ങിക്കോളൂ. ഒരു 1.5 മണിക്കൂർ കൂടി കഴിയുമ്പോൾ ഇശാ നിസ്കാരവും കഴിഞ്ഞ് ഒട്ടും സംസാരിക്കാതെ ആൾ ഉറങ്ങണം. ഈ ഉറങ്ങുന്നതിന് വേണ്ടിയുള്ള ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നതിലേക്ക് വഴിയൊരുക്കുകയാണ് സൂര്യൻ ചെയ്യുന്നത്. വശംസി, സൂര്യനാണ് സത്യം. സൂര്യൻ്റെ ഗതിവിഗതികളാണ് സത്യം. അവയെല്ലാം സാക്ഷിയാണ് ഞാൻ താഴെ പറയാൻ പോകുന്ന ഫാക്റ്റുകൾക്ക്. അതാ വശംസി. കോർട്ടിസോളിൻ്റെ അളവ് കുറയുന്നു. കോർട്ടിസോൾ ഹോർമോൺ എന്തിനുള്ളതാണ്? ഉന്മേഷം കൂടി വരാനുള്ളതാണ്. ഇപ്പോൾ നമുക്ക് 12 മണിക്കൂർ ജോലി ചെയ്ത് ക്ഷീണിച്ചവശരായി നമുക്ക് വേണ്ടത് കോർട്ടിസോളിൻ്റെ അളവ് അല്ല, അത് കുറയുകയും ആ സ്ഥാനത്ത് ഉറങ്ങാനുള്ള മേമ്പൊടികളാണ്. അതാണ് മെലാറ്റോണിൻ ഹോർമോൺ. അതിൻ്റെ ഉൽപ്പാദനം തുടങ്ങണം. ഇതിനു വേണ്ടി സൃഷ്ടിച്ചതാണ് മഗ്രിബ് എന്ന് പറയുന്ന ടൈമിനെ. ഷഫഖുൽ അഹ്മർ മായുന്നത് വരെയുള്ള ഏകദേശം 1.25-1.5 മണിക്കൂർ ടൈം. ബയോളജിക്കൽ ക്ലോക്ക് സ്ഥാപിച്ചതിൻ്റെ ഒരു ചിത്രം ഓർത്തു നോക്കുക. ഇങ്ങനെ ഉന്മേഷത്തിന് വേണ്ടിയുള്ള ഹോർമോണുകളുടെ ഉൽപ്പാദനം അവിടെ താൽക്കാലികമായി നിർത്തിവെക്കുകയും ഉറക്കിത്തരുന്നതിനുള്ള മെലാറ്റോണിൻ ഹോർമോണുകളുടെ ഉൽപ്പാദനം കൂട്ടിത്തരികയും ചെയ്യുന്ന ആ അള്ളാഹുവിനെ, മഗ്രിബ് എന്ന് പറയുന്ന ആ ഒരു ഖൈറുൻ കസീറിനെ തന്ന അള്ളാഹുവിനെ, യഅ്ബുദു റബ്ബഹു കഅന്നഹു യറാ, നേരെ മുമ്പിൽ കാണുന്ന പ്രതീതിയിൽ അയാൾ കുമ്പിടുന്നു. എത്ര? 6 സുജൂദ് 3 റക്അത്തിലായുമുണ്ട്. ഈ സമയത്ത് നേരിട്ടുള്ള സൂര്യരശ്മികൾ ശരീരത്തിൽ പതിക്കില്ല. കാരണം ശരീരത്തിൽ തട്ടാൻ സൂര്യരശ്മികളില്ലല്ലോ. സൂര്യൻ്റെ അസ്തമയ ദൃശ്യം കാണുന്നത് മനസ്സിന് സമാധാനവും ശാന്തതയും നൽകും. പലപ്പോഴും ആളുകൾ കന്യാകുമാരിയിലൊക്കെ പോയിട്ട് സൂര്യാസ്തമയം ആനന്ദിക്കുന്നത് മനസ്സിന് ശാന്തത കിട്ടാനാണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിനും മാനസിക ഉല്ലാസത്തിനും ഇത് നല്ലതാണ്. അസ്തമിച്ചുകൊണ്ടേയിരിക്കുന്ന ആ ഒരു സമയത്തിൻ്റെ സ്ഥിതിയാണ് പറഞ്ഞിട്ടുള്ളത്. ശരീരം പകലിലെ സജീവാവസ്ഥയിൽ നിന്ന് രാത്രിയിലെ വിശ്രമാവസ്ഥയിലേക്ക് മാറുന്ന ഉദ്ഘാടന സമയമാണിത്. മഗ്രിബ് നമസ്കാരം ഈ ശാരീരിക മാറ്റത്തെ വളരെ സുഗമമാക്കാൻ സഹായിക്കുന്നു. ഒരു ദിവസത്തെ അധ്വാനം അവസാനിപ്പിച്ച് സമാധാനത്തോടെ ഇരിക്കാൻ ഇത് സഹായിക്കുന്നു. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിലൂടെ
അടുത്ത ദിവസത്തെ ജോലികൾക്കായി പോസിറ്റീവ് ഊർജം സംഭരിക്കാൻ മനുഷ്യന് സാധിക്കുന്നു. മഗ്രിബിൻ്റെ ആ ഒരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള കടപ്പാടുകൾ തീർത്ത് വളരെ ശാന്തമായി മഗ്രിബ് ഇശാഇൻ്റെ ഇടയിൽ ആരോടും സംസാരിക്കുക പോലും ചെയ്യാതെ ഭവ്യതയോടെ കഴിച്ചു കൂട്ടുമ്പോൾ, ആ 1.5 മണിക്കൂർ കഴിച്ചു കൂട്ടുമ്പോൾ സാധിക്കുന്നത് എന്താണ്? തൊട്ടടുത്ത് തന്നെ ഇശാ നിസ്കാരം കഴിഞ്ഞാൽ അയാൾ പിറ്റേ ദിവസത്തേക്ക് ആവശ്യമായ എനർജി സംഭരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്, അഥവാ ഉറങ്ങാൻ പോവുകയാണ്. ആ ഉറക്കത്തിന് അവാച്യമായ ഒരു അനുഭൂതി സൃഷ്ടിക്കും. എന്ത്? പകൽ സമയത്തെ അധ്വാനങ്ങളൊക്കെ അവസാനിച്ച് ക്ഷീണം തീർക്കലിൻ്റെ ഭാഗമായിട്ട് മഗ്രിബിൻ്റെ നിസ്കാരപ്പായയിൽ കയറി ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള ഇശാ വരെയുള്ള ടൈം ഔറാദുകളിലായി ഒരാൾ മുഴുകി ഭവ്യതയോടെ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഇശാ ആനന്തരമുള്ള നിദ്രയ്ക്ക്, നിദ്രയുടെ പേരെന്തല്ല, നിദ്രയുടെ പേര് 0 എന്നല്ല, 0 എന്നല്ല, മറിച്ച് അതാണ് ശരിക്കും 100. 2 100ൻ്റെ തലക്കൽ ഒന്നിട്ട ഒരു പ്രതീതിയാണ്. അതായത് ഊർജത്തിൻ്റെ 100 സമ്പാദിക്കലാണ് നിദ്ര എന്ന് പറയുന്നത്. ഉമിൻ ആയാതിഹി മനാമുക്കും ബില്ലൈലി വന്നഹാർ വബ്തിഗാഉക്കും മിൻ ഫദ്ലിഹി. നിദ്രയെക്കുറിച്ച് പറയുന്ന അവസരത്തിൽ കാണാൻ കഴിയും. നിദ്ര എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രാപഞ്ചിക പ്രതിഭാസം തന്നെയാണ്. ഉമിൻ ആയാതിഹി, ആലോചിച്ചാലും അറ്റം കിട്ടാത്ത ഒരു പഠന വിഷയമാണ് മനാമുക്കും, നിദ്ര എന്ന് പറയുന്നത്. ആ നിദ്ര രാത്രിയിലും കിട്ടുന്നുണ്ട്, പകലിലുമുണ്ട്, കൈലൂലത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ടെന്താ പറയുന്നത്? മനാമുക്കും ബിൽ ലൈലി വൻ നഹാരിയിലേക്ക് അത്ഫ് ചെയ്ത് പറയാണ് വബ്തിഗാഉക്കും മിൻ ഫദ്ലിഹി. ഒരു ആലോചിച്ചാലും പിടുത്തം കിട്ടാത്ത വലിയൊരു അത്ഭുത പ്രതിഭാസമാണ് എന്തും നിങ്ങൾ ആർജിക്കൽ. വബ്തിഗാഉക്കും മിൻ ഫദ്ലിഹി, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് ശകലം നിങ്ങൾ ഊറ്റിയെടുക്കൽ, വാറ്റിയെടുക്കൽ, സമ്പാദിച്ചെടുക്കൽ. പകൽ സമയത്ത് ജോലി ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഫദ്ലിനെ ഇബ്തിഗാ ചെയ്യുക എന്നതാണോ ഇവിടെ പരാമർശം? ആണ്. എന്നാൽ അത് മാത്രമാണോ? അല്ല. പകലല്ലാതെ വെറും ആ പറഞ്ഞ മനാമിലൂടെയുള്ള ഇബ്തിഗാ കൂടിയാണ് പരാമർശം. അപ്പോൾ 7 മണിക്കൂർ ഉറങ്ങുന്ന ഒരു വ്യക്തി അയാൾ 0 ആക്കി കളയുകയല്ല ആ ഉറക്കം വഴി അദ്ദേഹത്തിൻ്റെ ലൈഫിനെ, മറിച്ച് അനിവാര്യമായ 7 മണിക്കൂർ ഉറക്കം എന്ന് പറയുന്നത് ഊർജ സമ്പാദനമാണ്. ഇബ്തിഗാഉക്കും മിൻ ഫദ്ലി, ഊർജ സമ്പാദനമാണ്. ആ ഊർജ സമ്പാദന സമയത്തെ ഏറ്റവും സമ്പാദ്യപരമാക്കാൻ, ഒരു ശല്യവുമില്ലാത്ത ഉറക്കമാക്കി മാറ്റാൻ അല്ലാഹു തആല സൗകര്യം ചെയ്തു തരുന്നുണ്ടല്ലോ, സൂര്യനെ മറച്ചു പിടിച്ചുകൊണ്ട്. ഇതാണ് ആ സമാധാനത്തോടുകൂടെയുള്ള ഉറക്കം കിട്ടുന്നതിലേക്ക് മഗ്രിബ് നിസ്കാരവും മഗ്രിബിൻ്റെ നിസ്കാരത്തിന് ശേഷം ഇരുള്ള ആ സംസാരമില്ലാത്ത ഔറാദ് കൊണ്ടുവരലും എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള നിദ്രയിലൂടെ ഇബ്തിഗാ ചെയ്യാനുള്ളത്? അത് നമുക്ക് പരത്തിയിട്ട് പറയാം. എന്നാൽ ഉറങ്ങല്ലേ, അതിനു മുമ്പ് ഇശാ നിസ്കാരമുണ്ട്. സൂര്യൻ അസ്തമിച്ചതിന് ശേഷമുള്ള മേഘത്തിൻ്റെ ചുവന്ന ആ ഒരു കളറ് അത് മാഞ്ഞു കഴിഞ്ഞാൽ ഗസഖുല്ലൈൽ, ഇരുട്ട്, സൂര്യൻ്റെ പോക്ക് വെളിച്ചമോ വരവ് വെളിച്ചമോ ഇല്ലാത്ത
പ്രപഞ്ചത്തിൻ്റെ നിമിഷങ്ങൾ. അതാണ് ഇശാഇൻ്റെ സമയം. അത് ചിലപ്പോൾ 6 മണിക്കൂർ, 5.5 മണിക്കൂർ ഒക്കെ നീണ്ടു നിൽക്കും. ബയോളജിക്കൽ ക്ലോക്ക് വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ മെലാറ്റോണിൻ ഹോർമോൺ അതിൻ്റെ പരമാവധി അളവിൽ എത്തുന്ന സമയമാണിത്. മഗ്‌രിബോടുകൂടെ ഉൽപ്പാദനം തുടങ്ങി മെലാറ്റോണിൻ ഹോർമോണിൻ്റെ. എന്നാൽ സൂര്യൻ വിട്ടേച്ചു പോയ മേഘത്തിൻ്റെ ചുവപ്പ് കൂടി പ്രപഞ്ചത്തിന് കിട്ടാതെയാവലോടുകൂടെ നമ്മുടെ തലച്ചോറിലെ ഓഫീസിൽ നിന്ന് പറയും എന്ത്, മെലാറ്റോണിൻ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ അളവ് കൂട്ടാൻ പരമാവധി സ്പീഡിൽ ആ ഹോർമോണിൻ്റെ ഉൽപ്പാദനം നടക്കുകയായി. ശരീരം ആഴത്തിലുള്ള ഉറക്കത്തിനായി പൂർണ്ണമായും തയ്യാറെടുക്കുന്നു. നന്ദി പറഞ്ഞുകൊണ്ട് വേണം ഉറക്കത്തിലേക്ക് ചായാൻ. എങ്ങനെയാണത്? കഅന്നക തറാഹു. ഇത്രയും വലിയ ഒരു ചാൻസ് ഒരുക്കി തന്ന അള്ളാഹുവിന് 8 പ്രാവശ്യം മുഖം താഴെ വെച്ചുകൊണ്ട് അടിയറവ് പറയുക. അതാണ് 4 റക്അത്ത് ഇശാ നിസ്കാരം. ഉറങ്ങുന്നതിന് മുമ്പ് മനസ്സിനെ പൂർണ്ണമായും ശാന്തമാക്കാൻ ഇശാ നിസ്കാരം സഹായിക്കുന്നു. ഇത് കോശങ്ങളുടെ പുനരുജ്ജീവനത്തിനും നല്ല ഉറക്കത്തിനും വഴിയൊരുക്കുന്നു. ഇശാ നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കുന്നത് രാത്രി നേരത്തെ ഉറങ്ങാനും അതുവഴി അടുത്ത ദിവസം രാവിലെ സുബഹിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ ഉണരാനും സഹായിക്കും. മികച്ച ഉറക്കം ലഭിക്കുന്ന ഒരാൾക്ക് മാത്രമേ പിറ്റേ ദിവസം ഉന്മേഷത്തോടെ ജോലി ചെയ്ത് ഉപജീവനം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. രാത്രിയിൽ സൂര്യപ്രകാശം ഉണ്ടാകുന്നില്ല. പരോക്ഷമായ ഗുണമാണ് ഈ സമയത്ത് ലഭിക്കുന്നത്. പകൽ സമയത്ത് കൃത്യമായി വെയിൽ കൊള്ളുന്നത് രാത്രിയിൽ മെലാറ്റോണിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. ഇത് രാത്രിയിൽ ആഴത്തിലുള്ള നല്ല ഉറക്കം ലഭിക്കാൻ കാരണമാകുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വശംസി, സൂര്യൻ്റെ വരവും സൂര്യൻ്റെ പോക്കും, അത് രണ്ടും മനുഷ്യ ശരീരത്തിന് അല്ലാഹു തആല ആരോഗ്യപരമായിട്ടും ഭക്ഷണപരമായിട്ടും വെച്ചിട്ടുള്ള ഒരു ക്ലോക്ക് സംവിധാനമാണ്. മനുഷ്യനെന്ന് മാത്രമല്ല, ഭൂമിയിലെ ജീവൻ്റെ നിലനിൽപ്പിന് ആധാരമായ പ്രധാന ഊർജ സ്രോതസ്സാണ് സൂര്യപ്രകാശം. ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്ന വെളിച്ചം, നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ചൂട്, ഇതിന് പുറമെ ചർമ്മത്തെ സ്വാധീനിക്കുന്ന അൾട്രാ വയലറ്റ് രശ്മികൾ, ഇവയെല്ലാം ആ ഒരു ദാനത്തിൽ ഖൈറുൻ കസീറിൽ അടങ്ങിയിട്ടുണ്ട്.